പാതിരാത്രിയിൽ കേറി മാധവൻ കറ്റിട്ടുള്ളതൊന്നും ഈ ജില്ലയല്ല, ചേക്ക് വിട്ടു പോയിട്ടില്ല എന്ന് പറയുന്ന പോലെ താണ്ട് സാധനം. ഇനി ഷാരോത്ത ചക്കയും കൂടെ കിട്ടിയ വിഷുക്കണി റെഡി. ചക്ക ഞങ്ങൾക്ക് കിട്ടി. അതാ കണ്ടു ഞാൻ കൃഷ്ണനെ. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വിഷു വ്ലോഗ്. വിഷുവിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മോഷണം. കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് കാണിക്കാൻ ലീലകൾ കാണിക്കുക. ഒന്നാണ് ചെറിയ ഇതൊക്കെ നമ്മള് എടുത്തു. എവിടാണ്ടൊക്കെ ഏതോ വീട്ടിൽ, ആരുടെ വീടാണെന്ന് അറിയില്ല, വഴി കണ്ടത് നമ്മള് പറിച്ചു. ഇനിയിപ്പോയി ഒരുക്കണം. ബാ ചിത്തരി. കണിയുണ്ട ആബി, കണി കണ്ട കൊള്ളാമോ? കണി കണ്ടിട്ട് കൃഷ്ണനെ കണ്ട? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരു വിഷു വ്ലോഗ് എടുക്കാമെന്ന്. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വിഷു വ്ലോഗാണ്. സോ ഇന്നൊരു കല്യാണമുണ്ട്. സോ അതിന് പോകണം. അപ്പോൾ എല്ലാ വർഷവും എനിക്ക് നാട്ടിൽ ഞാൻ ഉള്ളപ്പോഴും പറ്റുന്ന എല്ലാ വർഷവും, അതായത് എൻ്റെ ഒരു 11 വയസ്സ് മുതൽ ഞാൻ തന്നെയാണ് വിഷുക്കണി ഒരുക്കുന്നത്. അമ്മ എന്നെ സഹായിക്കും കണിയൊക്കെ ഒരുക്കാൻ. എന്നിട്ട് രാവിലെ ഞാനാണ് എഴുന്നേറ്റ് കുളിച്ചിട്ട് രാവിലെ കത്തിക്കും. എന്നിട്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുന്നത് ഞാനാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ. സോ ഇന്നും രാവിലെ ഇപ്പോൾ എണീറ്റ് കുളിച്ചു. ഇനി റെഡി ആവണം, അമ്പലത്തിൽ പോകണം. എന്നിട്ട് കല്യാണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ വന്നത് എൻ്റെ പല്ലെടുക്കുന്നത്, പിന്നെ കല്യാണങ്ങൾ 2 ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. സോ ഇന്ന് കല്യാണം ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ, നമ്മൾ ജയ്പൂരിൽ ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന അഞ്ജന എന്ന് പറഞ്ഞ കുട്ടിയുടെ ചേട്ടൻ്റെ കല്യാണമാണ്. സോ അവളുടെ കല്യാണം കുണ്ടറയിൽ വെച്ചാണ്, നമ്മുടെ കൊല്ലം കുണ്ടറയിൽ വെച്ചാണ്. അപ്പോൾ അവിടെ പോകണം. സോ എല്ലാം ഞാൻ വ്ലോഗായിട്ട് എടുക്കാം. അപ്പോൾ രാവിലത്തെ ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണും. സോ സ്റ്റേ ട്യൂൺഡ്, വീഡിയോ ഫുള്ള് കാണണം. എല്ലാവരും കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആബിയുടെ കൈനീട്ടം കിട്ടി. ഇഷ്ടപ്പെട്ടില്ല, തിന്നത്തില്ല. എന്നാലും അവള് തിന്നും കേട്ടാ. തിന്ന്. രാവിലെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, വിഷുക്കോടി. എനിക്ക് സാരി ഉടുക്കണം. സാരി ഉടുക്കുവാണ്. ഇവിടുന്ന് ഉടുത്തോണ്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാരി ഉടുത്തു. ഇനി പക്ഷെ റെഡി ആവണം. ദേവ റെഡിയായി. നോക്ക്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വിനോദ് റെഡിയായോടാ? ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. ദേവ 1-ാം തീയതി അവരുടെ വീട്ടിൽ കയറ്റണം. എന്നിട്ട് കല്യാണത്തിന് പോകണം. എനിക്ക് റെഡി
അപ്പൊ ഞങ്ങള് റെഡിയായി. ചന്ദനമൊക്കെ ഉടായ്പ ചന്ദനമൊക്കെ ഇട്ടിട്ടുണ്ട്. അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, സമയമില്ല. ഞങ്ങളുടെ വീടുന്ന അമ്പലത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് കിട്ടിയ ചന്ദനമാണ് ഇവരുടെ വീട്. ഞങ്ങളുടെ ആദ്യത്തെ അമ്പലം നമ്മുടെ വീടാണല്ലോ. അപ്പൊ ഞങ്ങൾ അവിടുത്തെ ദൈവങ്ങളാണല്ലോ നമ്മുടെ അച്ഛനും അമ്മയും. എന്റെ പൊന്നെ. അപ്പൊ ദൈവത്തിനോട് രാവിലെ വഴക്കിട്ടൊക്കെ വരുന്നത് കൊണ്ട് ഇല്ല ഗൈസ്, ഇന്ന് വഴക്കൊന്നും കിട്ടില്ല അല്ലേ? ഇന്ന് എല്ലാരും കൂളായിരുന്നു. ഇന്ന് നമ്മൾ ഫുള്ള് ചിൽ മൂടാ. അപ്പൊ ഇപ്പൊ ഞങ്ങള് കുണ്ടറയിൽ പോവാ. ഓഡിറ്റോറിയത്തിന്റെ പേര് ഞാൻ മറന്നു, ഏതൊരു കൺവെൻഷൻ സെന്ററാ. ഇനി കുണ്ടറ എത്തിയിട്ട് നോക്കണം അവിടെ ചെന്നിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വിഷു ആയതുകൊണ്ട് ഞങ്ങളുടെ പരമ്പരാഗത ഡ്രസ്സായ മുണ്ടും ഷർട്ടും, കോട്ടൺ മുണ്ടും ഷർട്ടും ഒക്കെയാണ്. മുണ്ട് ഉരിഞ്ഞു കാണിക്കുന്നതാ. മുണ്ട് നോക്കി കാണിച്ചതിന് ക്ഷമിക്കണം. സോറി, അത് കണിയല്ല, നിങ്ങൾക്കുള്ള കണിയല്ല. എങ്കിലും നിങ്ങള് എടുത്തോ. കണി. അപ്പൊ ഞാൻ സാരിയാണ് ഗൈസ്. ഞാൻ കൊറേ നാളായി തപ്പി കണ്ടുപിടിച്ച നിങ്ങൾ ആ വ്ലോഗിൽ കണ്ട സാരി വിത്ത് ബ്ലൗസ്. ഇത് ആ ബ്ലൗസ് അല്ല, ഇത് വേറെ ബ്ലൗസാണ്. ഏതൊക്കെ ഡ്രസ് ഇട്ടാലും നമ്മൾ ഇതുപോലത്തെ ഒരു മലയാള തനിമയുള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ വളരെ ലുക്കാണ്. അതൊരു പ്രത്യേകതാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട എനിക്ക്. കാരണം ഞാൻ എടുത്തു കൊടുത്തയാ. കണ്ടോ? രണ്ടുപേരുടെയും ഡ്രസ്സ് കണ്ടോ? അടിപൊളി. എടുത്തു പറയുമ്പോ തന്നെ അറിയാലോ. അതെ, കണ്ടോ? അവര് അടിപൊളി. എന്റെ അത്ര എത്തിയില്ല. കുഴപ്പമില്ല. ഞാൻ സൗന്ദര്യം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കുടുംബ കുത്തു വിളക്കണൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ? പ്രകാശിച്ചിരിക്കുന്നു, ശോഭിച്ചിരിക്കുന്നു. മതി ഇനി പൊക്കണ്ട. ഡ്രസ് വാങ്ങിച്ച അങ്ങനെ എന്തെങ്കിലും പറയേണ്ട ഒരു 10 എനിക്കൊരു ഡ്രസ് വാങ്ങിച്ചു തന്നാ മതി. എനിക്കൊരു ഡ്രസ് വാങ്ങിച്ചു തന്നാ മതി. എനിക്ക് ഇന്ന് ഇടാൻ ഡ്രസ്സില്ല. ഡ്രസ് വാങ്ങിച്ചു കണ്ട വിനോദിന്റെ ആ ഒരു ആത്മാർത്ഥത കണ്ടോ? DVM ഇൻ കൈ അവിടെ പഴുത്തു പോയി കൈസ്. അവസാനം അച്ചടിച്ചിട്ട്. അപ്പൊ ഞങ്ങള് ഇനി കല്യാണത്തിനൊക്കെ പോയിട്ട് ഇനി നമ്മൾ ഇന്ന് ടുഡേ മാരേജ് വ്ലോഗ്, വിഷു പ്ലസ് മാരേജ് വ്ലോഗ്. പായസം. ഇത് ഞങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്, ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങള്, കല്യാണങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. കേരളത്തിന് പുറത്തുനിന്ന് കാണുന്ന കേരളത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ, എന്റെ വേറെ എന്റെ കോളേജിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം എടുക്കുന്നത്. ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. നല്ല കിടില ഒരു ഓഡിറ്റോറിയം. നമുക്ക് ആദ്യം നിന്നിട്ട് നമ്മുടെ സ്ഥിരം പരിപാടി വെൽക്കം ഡ്രിങ്ക് ബാ. വീട്ടുകാർ വന്നോ നോക്കണമെങ്കിൽ എനിക്ക് അവരുടെ കൂടെ വേണം. വേണ്ട, ബീവറേജിലെ ക്യൂവിനെക്കാട്ടി കൂടുതലാണ്. തൊട്ടടുത്ത് നമുക്ക് ബീവറേജ് ഉണ്ട്, അവിടെ പോയിരുന്നിട്ട് വെൽക്കം ഡ്രിങ്ക് ആണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാം. വേണ്ട രാജസ്ഥാൻ ഫുള്ള് ഫാൻസ് ആവും ഇനി. കൊള്ളാം, ഡ്രസ്സ് കൊള്ളാം കേട്ടോ, അടിപൊളി.
ഞങ്ങൾ ആദ്യം അവിടെ പോയി ഇരുന്നു, പിന്നെ ഞങ്ങൾ പോയി ഫോട്ടോ എടുത്തു. സദ്യ നല്ലൊരു ഹെൽത്തി ഫുഡാണ് നമ്മുടെ നാട്ടില്. പിന്നെ പ്രത്യേക ഒരു വികാരമാണ് സദ്യ. ഇഷ്ടമാണോ? കഴിക്കട്ടെ, കഴിച്ചിട്ട് അല്ല, സദ്യ കഴിക്കാൻ ഇഷ്ടമാണോ? ഫുഡ് ഇങ്ങനെ വെച്ചാലേ ചോറിടത്തുള്ളൂ, ഇങ്ങനെ വെച്ചാൽ ചോറ് പുറത്തു പോവില്ല. സാമ്പാർ ഇതിലേക്കൊരു പൊടി. ബോളി ട്രിവാൻഡ്രംകാര് നമ്മുടെ സൗത്ത് കേരളക്കാരുടെ മെയിൻ ഭക്ഷണമാണ് ബോളി. എല്ലാം കഴിഞ്ഞു. അയ്യോ, ഞങ്ങള് തിരിച്ചു പോവാണ്. നല്ല വെയിൽ കേട്ടോ. വയറൊക്കെ ഫുള്ളായി. നല്ല ഭക്ഷണമായിരുന്നു. അതെ, നല്ലതായിരുന്നു. കുറച്ച് താമസം ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ചെന്നിരുന്നത് നേരത്തെ ആയിപ്പോയി. പോട്ട് സിഗറത്തില് പോയൊരു ഉറക്കം, ശാന്തി സമാധാനം. പിന്നെ വൈകിട്ട് എന്തായിരുന്നു ഉത്സവം? ഇന്നല്ല, നാളെ. നാളെയാണ് ഉത്സവം. നാളെ പൂരം. കൊല്ലം പൂരം, കൊല്ലംകാരുടെ പൂരം.